Hi children, good morning to all. Welcome back to our science class. Okay, are you ready? In the last class we are discussed about the earth and its neighbors, chapter 7. Okay. Then sun and the solar system, shape of the earth, movement of the earth also. Okay, day and night. Do you remember? Okay. Today we are going to discuss about the left portions. Left. Okay. Formation of seasons. Formation of seasons. All of you take page number 179. 179. Formation of seasons. അപ്പം സീസൺ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കാലങ്ങൾ കേട്ടോ. ഡു യു അണ്ടർസ്റ്റാൻഡ് സീസൺസ്? റെയിനി സീസൺ, സമ്മർ സീസൺ, winter season, etc. Okay. As the earth rotates about its axis, it also moves around the sun in a fixed orbit. This movement of the earth is called revolution. The earth takes 365.5 days to complete the revolution around the sun. Seasons are caused due to the revolution of the earth. Okay. Listen. The sun. Okay. Okay, 8 planets. Okay, children. Here one planet, then second planet, third planet, the next planet. Listen. അപ്പം ഇത് സണ്ണ്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, എങ്കിലും ശ്രദ്ധിക്കുക. സണ്ണിന് ചുറ്റും 8 പ്ലാനറ്റ്സ് ആണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ 8 പ്ലാനറ്റ്സിനും റൊട്ടേറ്റ് ചെയ്യാൻ ഒരു സഞ്ചാര പഥമുണ്ട് അല്ലേ, ഓർബിറ്റ് ഉണ്ട്. ആ വഴിയിലൂടെ മാത്രമേ അത് സഞ്ചരിക്കുകയുള്ളൂ. ദെൻ തേർഡ് പ്ലാനറ്റ് അവർ എർത്ത്. നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്ലാനറ്റ് അല്ലേ. അപ്പം ഈ എർത്ത് കണ്ടോ, ലിസൺ, ഈ എർത്ത് ഇവിടെ നിന്നും, ഇത് സണ്ണാണ്, ഈ സണ്ണിനെ കറങ്ങാണ്, ഇങ്ങനെ കറങ്ങി 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 വീണ്ടും
സെയിം പ്ലേസിൽ തന്നെ എത്തും അല്ലേ? മനസ്സിലായോ? ഇവിടെ നിന്നും സൂര്യനെ ചുറ്റി ഇവിടെ തന്നെ എത്തും. ഇതാണ് റൊട്ടേഷൻ, ഭ്രമണം. ഓക്കെ, ഇവിടെ നിന്നും സൂര്യന് ചുറ്റും കറങ്ങി സെയിം പ്ലേസിൽ തന്നെ എത്തുമ്പോഴേക്കും ഹൗ മെനി ഡേയ്സ്, എത്ര ദിവസം എടുക്കും? 365.5 ഡേ, 365.25 ദിവസം എടുക്കും. ഒരു പ്രാവശ്യം ഭൂമി സൂര്യനെ ചുറ്റി അതേ പ്ലേസിൽ എത്തുമ്പോഴേക്കും 365.25 ദിവസം, അതായത് ഒരു വർഷം എടുക്കും. മനസ്സിലായോ? ഭൂമി, നമ്മുടെ എർത്ത് ഈ സണ്ണിനെ റൊട്ടേറ്റ് ചെയ്ത് സെയിം പ്ലേസിൽ ഒരു പ്രാവശ്യം റൊട്ടേഷൻ കംപ്ലീറ്റ് ആക്കുന്നത് ഒരു വർഷം കൊണ്ടാണ്, 365.25 ദിവസം കൊണ്ട്. ഓക്കെ, എന്നാൽ ഈ എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നിടത്ത് നിന്ന് ഇങ്ങനെ കറങ്ങും അല്ലേ? എർത്തിൻ്റെ ആക്സിസിൽ നിന്ന് ഒരു പമ്പരം പോലെ വട്ടത്തിൽ കറങ്ങും. അപ്പോഴാണ് അങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് ഒരു 24 hours അല്ലേ? 24 hours എന്ന് പറഞ്ഞാൽ 1 day. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മിസ്സ് അറിയാതെ 24 hours മീൻസ് 1 year എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്, മാറിപ്പോയതാണ്. ഓക്കെ, അപ്പം ഈ സ്വന്തം ആക്സിസിൽ നിന്നിട്ട് ഈ എർത്തിന് സമാന്തരമായിട്ടല്ലേ ഇങ്ങനെ കറങ്ങും ഒരു പമ്പരം പോലെ. അതിന് 24 മണിക്കൂറാവും ഒറ്റ പ്രാവശ്യം കറങ്ങി വരാൻ. അപ്പോൾ ഡേയും നൈറ്റും ആണ് ഉണ്ടാവുക എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ സൂര്യന് ചുറ്റിനും കറങ്ങുമ്പോൾ ഈ സൂര്യന് അഭിമുഖമായി വരുന്ന ഈ എർത്തിൻ്റെ ഈ പകുതി ഭാഗം, സൂര്യൻ്റെ നേരെ വരുന്ന ഭാഗത്ത് വെളിച്ചവും ചൂടും അല്ലേ, വെളിച്ചമുണ്ടാവും. അപ്പോൾ ഇവിടെ പകലും, നേരെ ബാക്ക് സൈഡ്, ബാക്കിലുള്ള എർത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇരുട്ടായിരിക്കും അല്ലേ? ഒരു വസ്തു ഒരു ലൈറ്റിൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് വെളിച്ചവും അതിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ നിഴൽ ഇരുട്ടുമായിരിക്കും അല്ലേ? ശരിയല്ലേ? അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ രാത്രിയായിരിക്കും, സൂര്യന് നേരെ വരുന്ന ഭാഗത്ത് പകലുമായിരിക്കും. അങ്ങനെയാണ് രാവും പകലും ഉണ്ടാകുന്നത്. പിന്നെയും ഈ എർത്ത് ഇവിടെ നിന്ന് വീണ്ടും കറങ്ങുമ്പോൾ സാവകാശമാണ് കറങ്ങുക, 24 മണിക്കൂർ കൊണ്ടേ കറങ്ങുള്ളൂ. അങ്ങനെ കറങ്ങി വരുമ്പോൾ ഈ ബാക്ക് സൈഡ് മുന്നിലെത്തും, മുന്നിലുണ്ടായിരുന്ന സൈഡ് ബാക്കിലെത്തും. അപ്പം മുന്നിലുണ്ടായിരുന്ന സൈഡ് ബാക്കിലെത്തുമ്പോൾ അവിടെ ഉള്ളവർക്ക് രാത്രിയും, ബാക്ക് സൈഡിലുണ്ടായിരുന്ന ഭാഗം ഫ്രണ്ടിൽ സൂര്യന് അഭിമുഖമായി വരുമ്പോൾ അവിടെ ആദ്യം രാത്രിയായിരുന്നു, അവിടെ ഉള്ളവർക്ക് പിന്നെ പകലുമായിരിക്കും. മനസ്സിലായോ? അതേസമയം സൂര്യൻ്റെ ചുറ്റും കറങ്ങി വരാൻ ഒരു വർഷം എടുക്കും. ഈ ഒരു വർഷത്തിൻ്റെ ഇടക്ക് സീസൺസും കടന്നു വരും അല്ലേ? മഴക്കാലം വരും, വേനൽക്കാലം വരും, ഇങ്ങനെയുള്ള കാലങ്ങളും വരും. ഓക്കെ, ദെൻ ദ മൂൺ. ഇനി നമുക്ക് മൂണിനെ കുറിച്ച് നോക്കാം. You must have seen the moon shining brightly in the night sky. It is round in shape. The moon rotates round the earth on its own axis. The moon does not have light of its own. It shines because of the light of the sun. അപ്പം നമ്മൾ മൂണിനെ കാണുന്നത് എപ്പോഴാണ്? ഡേയിലാണോ നൈറ്റിലാണോ മൂണ് തിളങ്ങി നിൽക്കുന്നത്? യെസ്, നൈറ്റിലാണ്, രാത്രിയിൽ അല്ലേ? എവിടെയാണ് നമ്മൾ കാണുന്നത് മൂണിനെ? ആകാശത്ത്, ഇൻ ദ സ്കൈ. ഓക്കെ, ദെൻ ഈ മൂണെന്ന് പറയുന്നത് നമ്മുടെ എർത്തിൻ്റെ ഉപഗ്രഹം, സാറ്റലൈറ്റ് എന്ന് പറയും. നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് ദി എർത്താണ് മൂണെന്ന് പറയുന്നത്. മാൻമെയ്ഡ് ആയിട്ടുള്ള സാറ്റലൈറ്റുകളുണ്ട്, മനുഷ്യരുണ്ടാക്കിയ സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങളുണ്ട്. പക്ഷെ മൂണെന്ന് പറയുന്നത് നാച്ചുറലി ആയിട്ട് ഭൂമിയുടെ മുകളിൽ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാറ്റലൈറ്റാണ്.
ചന്ദ്രൻ, മൂൺ. ഓക്കെ, പക്ഷെ അത് നമുക്ക് ആ മൂണിൽ ലൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? പക്ഷെ മൂണിന് ആക്ച്വലി ലൈറ്റൊന്നുമില്ല. മൂണിന് ലൈറ്റ് നൽകുന്നത് ആരാ? സണ്ണ്. ശരിയല്ലേ? സണ്ണിൻ്റെ ലൈറ്റ് തട്ടിയിട്ടാണ് ഈ മൂണ് തിളങ്ങുന്നത്, നിലാവ് തരുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. ദെൻ ഫേസസ് ഓഫ് ദി മൂൺ. ഇനി മൂണിൻ്റെ ഫേസസ്. മൂണിൻ്റെ ഫേസസ് മീൻസ് ഇത് നമ്മൾ ചന്ദ്രക്കല എന്നൊക്കെ പറയില്ലേ? മൂണ്, ഫുൾ മൂൺ ഉണ്ട്, ഹാഫ് മൂൺ ഉണ്ട് അല്ലേ? അതുപോലെ ക്രിസൻറ്റ് മൂണുണ്ട് അല്ലേ? തേങ്ങാപ്പൂള് പോലെ ഇരിക്കുന്ന മൂണുണ്ട്. പിന്നെ ഹാഫായിട്ട് മാത്രം കാണുന്ന മൂണുണ്ട്, ഫുള്ളായിട്ട് കാണുന്ന ഫുൾ മൂണുണ്ട് അല്ലേ? ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ ആ കലകളെക്കുറിച്ച്, ആ ഫേസസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ, മൂണിൻ്റെ ഷേപ്പുകൾ. ഓക്കെ. ദ മൂൺ സീംസ് ടു ചേഞ്ച് ഇറ്റ്സ് ഷേപ്പ് എവറി നൈറ്റ്. ദ ഡിഫറെൻറ്റ് ഷേപ്സ് ഓഫ് ദി മൂൺ ആർ കോൾഡ് ഫേസസ് ഓഫ് ദി മൂൺ. അപ്പോൾ മൂണിൻ്റെ ഷേപ്പുകൾ ഓരോ നൈറ്റിലും മാറിക്കൊണ്ടിരിക്കും, വലുതും ചെറുതും ഒക്കെ ആയിക്കൊണ്ടിരിക്കും ഷേപ്പ്. ഓക്കെ, മൂണ് റൗണ്ട് ഷേപ്പാണ്, എന്നാലും അതിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള ആ മൂണിൻ്റെ ചെറിയ ഭാഗമായിട്ടും പകുതി ഭാഗമായിട്ടും ഫുള്ളായിട്ടൊക്കെ കാണുന്ന ദിവസങ്ങളുണ്ട്. ഇതിനെയാണ് ഫേസസ് ഓഫ് ദി മൂൺ എന്ന് പറയുന്നത്. മൂണിൻ്റെ ഈ ഷേപ്സിനെയാണ് ഫേസസ് ഓഫ് ദി മൂൺ എന്ന് പറയുന്നത്. ഓക്കെ. ദ മൂൺ അപ്പിയേഴ്സ് ടു ഹാവ് ഡിഫറെൻറ്റ് ഷേപ്സ് ബിക്കോസ് വി സീ ഓൺലി ദ lit part of the moon. The other parts remains dark. As the moon revolves, more and more portions of the moon gets light from the sun and is lit. When we see only a part of lighted phases, it is called crescent moon. Within a week we see half of the moon. After a few days we see more than half of the moon. This phase of the moon is called gibbous moon. Okay, the next phase is called the full moon. It is the phases when we see the whole of the lighted phase and the moon appears completely round. After the full moon, the size of the moon keeps decreasing and we do not see the moon at all. This phase is called new moon. Okay, listen here. മൂണ് റൗണ്ട് ഷേപ്പാണ് അല്ലേ? മൂണുള്ളത് റൗണ്ട് ഷേപ്പിലാണ്. ഓക്കെ, അപ്പം ചില ദിവസങ്ങളിൽ നമുക്ക് ഈ മൂണിൻ്റെ ഇതാണ് മൂണെന്ന് പറയുന്നത് അല്ലേ? ഇത്ര ഭാഗം മാത്രം നമുക്ക് കാണാൻ സാധിക്കും, ചെറിയ ഭാഗം, തേങ്ങാപ്പൂൾ പോലെ. ഇല്ലേ? എങ്ങനെ കാണാറില്ലേ? ക്രെസന്റ് മൂൺ. ഓക്കെ, പിന്നെ ഒരു ആഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഇത്ര വലുപ്പത്തിൽ മൂണിനെ കാണാൻ പറ്റും. ആക്ച്വലി മൂണ് ഫുള്ളായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്, ഈ ഭാഗം ഇരുട്ടായിരിക്കും, സണ്ണിൻ്റെ ലൈറ്റ് ഇങ്ങോട്ട് ലഭിക്കുന്നില്ല, സൺലൈറ്റ് ലഭിക്കുന്ന ഭാഗം മാത്രം നമുക്ക് കാണാൻ പറ്റും, ഇരുട്ടുള്ള ഭാഗം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇത്രയായിട്ട് പിന്നീട് കാണാൻ പറ്റും. പിന്നെ കുറച്ചും കൂടി ദിവസം കഴിയുമ്പോൾ നമുക്ക് ഹാഫ് മൂണായിട്ട് കാണാൻ പറ്റും. അതായത്
മൂണിൻ്റെ പകുതി ഭാഗം മാത്രം തെളിഞ്ഞു നിൽക്കും, പകുതി ഭാഗം തെളിഞ്ഞു നിൽക്കില്ല. പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഹാഫിലും കൂടുതൽ ഭാഗം നമുക്കിങ്ങനെ മൂണിൻ്റെ കാണാൻ പറ്റും. ഇത്രയും ഭാഗം ഇരുട്ടുമായിരിക്കും. പിന്നീട് നമുക്ക് ഫുള്ളായിട്ട് തന്നെ കാണാൻ പറ്റും അല്ലേ, ഫുൾ മൂണായിട്ട് തന്നെ. അതായത് മൂണിനെ അതുപോലെ അത്രയും ഷേപ്പിൽ ഭംഗിയായിട്ട് നമുക്ക് ഫുൾ മൂണ് കാണാൻ പറ്റും. ഓക്കെ, ആ ഫുൾ മൂണ് കാണുന്ന ദിവസങ്ങളിൽ നമുക്ക് നല്ല നിലാവുള്ള ഡേ ആയിരിക്കും അല്ലേ. അതായത് ഈ ഫുൾ മൂണുള്ള ദിവസങ്ങളിൽ ഈ മൂണിലേക്ക് നമ്മുടെ സണ്ണിൻ്റെ ലൈറ്റ് കൂടുതലായിട്ട് ലഭിക്കും. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. പിന്നീട് അത് ഫുൾ മൂൺ ആയതിനു ശേഷം നമുക്ക് പിന്നെ മൂണിനെ കാണാൻ തന്നെ സാധിക്കില്ല. അവിടെ മൂൺ തന്നെ അല്ല, ഇരുട്ടായിരിക്കും. പക്ഷെ മൂൺ ആക്ച്വലി അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ മൂണ് പിന്നെ ന്യൂ മൂണായിട്ട് മാറണം, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരും അല്ലേ. ന്യൂ മൂണായി മാറി. പിന്നെ നമുക്ക് ക്രസൻറ്റ് മൂണിനെ കാണാൻ പറ്റും, ഹാഫ് മൂണിനെ കാണാൻ പറ്റും. അങ്ങനെ ലാസ്റ്റ് ഫുൾ മൂണാവും. പിന്നെ ആ ഫുൾ മൂണും മാഞ്ഞു പോയിട്ട് ന്യൂ മൂണായിട്ട് വീണ്ടും വരും. ഓക്കെ, ആക്ച്വലി മൂൺ എവിടെയും പോകുന്നില്ല, അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ സണ്ണിൻ്റെ ലൈറ്റ് ലഭിക്കുന്നതിനനുസരിച്ച് മൂണിൻ്റെ ഫേസസിൽ വരുന്ന മാറ്റമാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി അവിടെ നിങ്ങൾക്ക് ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ, ഫേസസ് ഓഫ് ദി മൂൺ. ഓൾ ഓഫ് ലുക്ക് അറ്റ് ദ പിക്ചർ പ്ലീസ്. അവിടെ നിങ്ങൾ കാണുന്നുണ്ടേ എർത്തിനെ കണ്ടല്ലോ അല്ലേ. ദിസ് ഈസ് അവർ എർത്ത്. എർത്തിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്? യെസ്, മൂണ്. അപ്പം നിങ്ങളവിടെ ഫുൾ മൂണ് കണ്ടു അല്ലേ. ഫുൾ മൂണ്, ക്രിസൻറ്റ് മൂണുണ്ട്, ന്യൂ മൂണ് കണ്ടോ, തെളിഞ്ഞു നിൽക്കാതെ. ന്യൂ മൂണിൽ നിന്ന് ക്രിസൻറ്റ് മൂണ്, പിന്നെ ഹാഫ് മൂണ്, കിബസ് മൂൺ, പിന്നെ ഫുൾ മൂണ്. അങ്ങനെ ആണ് ഈ മൂണിൻ്റെ ഷേപ്പ് ചേഞ്ച് ആവുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് സ്റ്റാർസ്. സ്റ്റാർസ്, നക്ഷത്രങ്ങളെക്കുറിച്ച് കണ്ടിട്ടില്ലേ ആകാശത്ത്. ഓക്കെ, സ്റ്റാർസ് ആർ ഹ്യൂജ് ഹെവൻലി ബോഡീസ് ദാറ്റ് ഗിവ് ഹീറ്റ് ആൻഡ് ലൈറ്റ് of their own. The sun is a star. It is the closest star to the earth. Okay, sun ഒരു സ്റ്റാറാണ്, അതറിയാലോ. നമ്മുടെ സണ്ണ്, നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത് കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. ഓക്കെ, അതുപോലെ ധാരാളം അതിലും വലിയ നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട്. ഹെവൻലി ബോഡീസ് അല്ലേ, ഏറ്റവും വലിയ നക്ഷത്രങ്ങൾ ധാരാളം നമ്മുടെ ആകാശത്തുണ്ട്. ഓക്കെ, അതിന് ആ നക്ഷത്രങ്ങളെന്ന് പറഞ്ഞാൽ എന്താ, സ്വയം പ്രകാശിക്കും, കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്, അവർക്ക് സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ നമ്മളിവിടെ നിന്നിട്ട് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നക്ഷത്രങ്ങളെ വളരെ കുഞ്ഞായിട്ട് പൊട്ടുപോലെ കാണാൻ സാധിക്കുള്ളൂ അല്ലേ. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്? അത് നമ്മളുടെ അടുത്തുനിന്നും ഒരുപാട് ഫാർ എവേ ആണ്, ഒരുപാട് ദൂരെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ അത്ര കുഞ്ഞായിട്ട് നമുക്ക് ആ നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വലുപ്പം എന്തായിരിക്കും? നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വലിയ നക്ഷത്രങ്ങളാണാവുക അല്ലേ. നമ്മുടെ സണ്ണെന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണ്. പക്ഷെ നമുക്ക് ആകാശത്ത് കാണുന്ന കുഞ്ഞു നക്ഷത്രങ്ങളെക്കാളും വലുതായിട്ട് നമുക്ക് സണ്ണിനെ കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ്? ആ നക്ഷത്രങ്ങളെക്കാളും കൂടുതൽ അടുത്ത്, നമ്മുടെ അടുത്ത്, ഭൂമിയുടെ അടുത്ത് കിടക്കുന്നത് സണ്ണാണ്. അതുകൊണ്ട് സണ്ണിനെ കുറച്ചുകൂടെ വലുതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ സണ്ണിനേക്കാളും വലിയ നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട്. അത് അത്രയും ദൂരമായത് കാരണം നമുക്ക് നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് കുഞ്ഞായിട്ടൊരു പൊട്ട് പോലെ മാത്രം കാണാൻ സാധിക്കുന്നുള്ളൂ എന്ന് മാത്രം. ആക്ച്വലി അതെല്ലാം ഹെവൻലി ബോഡീസ് ആണ്. ഓക്കെ, വളരെ വലുതാണ്. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ദെൻ sometimes groups of stars form pattern in the sky. Such patterns are called constellations that we can see from the earth.
These patterns look like animals or human beings. There are about 88 different constellations. Some of the major constellations are Ursa Major, the Great Bear; Ursa Minor, the Little Bear; Leo or Lion; Scorpio or Scorpion; and Orion or Hunter. ഇനി ആകാശത്ത് ചില സമയങ്ങളിൽ നക്ഷത്രങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടൊരു പാറ്റേണായിട്ട് രൂപപ്പെടാറുണ്ട്. ഒരു പ്രത്യേക രൂപങ്ങളിലൊക്കെ ഈ നക്ഷത്രങ്ങൾ കൂടി നിൽക്കാറുണ്ട്. ഇതിനെയാണ് കോൺസ്റ്റലേഷൻസ് എന്ന് പറയുന്നത്. നക്ഷത്രങ്ങളുടെ സമൂഹം. ഓക്കെ, കോൺസ്റ്റലേഷൻസ്. ആ നക്ഷത്രങ്ങൾ പല രൂപത്തിലും ചേർന്ന് നിൽക്കാറുണ്ട്. പല പാറ്റേണുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ആനിമൽസിൻ്റെ രൂപത്തിൽ ഈ നക്ഷത്രങ്ങൾ ചേർന്ന് നിൽക്കാറുണ്ട്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ രൂപത്തിലും നക്ഷത്രങ്ങൾ ചേർന്ന് നിൽക്കാറുണ്ട്. അതിൽ എപ്പോഴും കാണാൻ സാധിക്കുന്ന ചില പാറ്റേൺസാണ് ഉർസ മേജർ, അതായത് ദ ഗ്രേറ്റ് ബിയർ, വലിയ ഒരു ബിയറിൻ്റെ, കരടിയുടെ രൂപത്തിൽ നക്ഷത്രങ്ങൾ ചേർന്ന് നിൽക്കാറുണ്ട്. അതാണ് ആ കോൺസ്റ്റലേഷനെ പറയുന്ന പേര്, ആ നക്ഷത്ര സമൂഹത്തെ പറയുന്ന പേരാണ് ഉർസ മേജർ. ഇനി ചെറിയ കരടിക്കുട്ടികളുടെ രൂപത്തിൽ കാണുന്ന കോൺസ്റ്റലേഷൻസ് ഉണ്ട്. അവയെ പറയുന്ന പേരാണ് ഉർസ മൈനർ. ഓക്കെ, പിന്നെ ലയൺ, ലിയോ അല്ലേ, ലയണിൻ്റെ രൂപത്തിൽ നക്ഷത്രങ്ങൾ കാണാറുണ്ട്. സ്കോർപ്പിയോയുടെ രൂപത്തിൽ കാണാറുണ്ട്. പിന്നെ ഹണ്ടർ അല്ലേ, ഓറിയോൺ, ഹണ്ടറിൻ്റെ രൂപത്തിലൊക്കെ നക്ഷത്രങ്ങൾ ചേർന്ന് നിൽക്കാറുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കുക. ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ദ പിക്ചർ. കണ്ടോ, ഇതൊക്കെ കോൺസ്റ്റലേഷൻസ് ആണ്. പല രൂപങ്ങളിൽ കോൺസ്റ്റലേഷൻസ് കണ്ടില്ലേ? ഇപ്പം നിങ്ങളുടെ പേജ് നമ്പർ 177 ലെറ്റസ് ബിഗിനിൽ കുറേ നക്ഷത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെ നിങ്ങളിങ്ങനെ വരച്ച് ചേർത്തിട്ട് ഇതൊരു കോൺസ്റ്റലേഷനാക്കി മാറ്റണം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ദെൻ അപ്പം നക്ഷത്രങ്ങൾ ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടത്തെ, നക്ഷത്ര സമൂഹത്തെയാണ് കോൺസ്റ്റലേഷൻസ് പറയുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റലേഷൻസ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ, മനുഷ്യരുടെ രൂപത്തിലും ആനിമൽസിൻ്റെ രൂപത്തിലും ഒക്കെ കാണാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റലേഷനാണ് ഉർസ മേജർ, അതുപോലെ ഉർസ മൈനർ, പിന്നെ ലിയോ, സ്കോർപ്പിയോ ആൻഡ് ഓറിയോൺ. ഇതൊക്കെ പ്രധാനപ്പെട്ട കോൺസ്റ്റലേഷൻസ്, നക്ഷത്ര സമൂഹങ്ങളാണ്. മനസ്സിലായോ? ദെൻ ഇഫ് യു ലുക്ക്, ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പേജ്. ഇഫ് യു ലുക്ക് ഇൻ ദ northern direction, you will see the brightest star. It is called the pole star. The pole star is at the northern tip of the constellation Ursa Minor. അപ്പം നമ്മൾ ചില രാത്രികൾ, സന്ധ്യാനേരത്തോ രാത്രികളിലൊക്കെ നോർത്തേൺ ഡയറക്ഷനിൽ, വടക്ക് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തിളങ്ങി നിൽക്കുന്ന, വളരെ തിളങ്ങി നിൽക്കുന്ന, നമുക്ക് മറ്റു നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ നിന്നും വ്യത്യസ്തമായ വലുപ്പത്തിലും തിളക്കത്തിലും കാണാൻ കഴിയുന്ന ഒരു നക്ഷത്രമുണ്ട്. അതാണ് പോൾ സ്റ്റാർ, ധ്രുവ നക്ഷത്രം എന്ന് പറയും. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ചും മറ്റു നക്ഷത്രങ്ങളെക്കാളും വലുപ്പത്തിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രം നമ്മുടെ നോർത്ത് സൈഡിൽ കാണാറുണ്ട്. അതാണ് പോൾ സ്റ്റാർ, ധ്രുവ നക്ഷത്രം. അത് ഏതിൻ്റെ ഭാഗമാണ്? ഉർസ മൈനർ, കരടിക്കുട്ടിയുടെ രൂപത്തിൽ വരുന്ന നക്ഷത്ര സമൂഹത്തിൻ്റെ ഒരു ഭാഗത്ത് കാണുന്ന നക്ഷത്രമാണ് ഉർസ മൈനർ, അതായത് പോൾ സ്റ്റാർ. ഓക്കെ, ദെൻ all of you look at the no more. Astronomy is the study of heavenly bodies such as the moon, planets, stars and galaxies. Scientists who study these heavenly bodies are called astronomers. അതായത് ഹെവൻലി ബോഡീസായ
മൂണിനെയും പ്ലാനറ്റ്സിനെയും സ്റ്റാർസിനെയും ഗാലക്സിയെയും ഒക്കെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തിൻ്റെ ശാഖ, അതാണ് ജ്യോതിശാസ്ത്രം അല്ലെങ്കിൽ ആസ്ട്രോണമി എന്ന് പറയുക. സണ്ണിനെ കുറിച്ചും മൂണിനെ കുറിച്ചിട്ടും മറ്റുള്ള പ്ലാനറ്റ്സിനെ കുറിച്ചിട്ടും ഗാലക്സീസിനെ കുറിച്ചിട്ടും ഗാലക്സി അല്ലേ നക്ഷത്രങ്ങളുടെ സമൂഹത്തെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന ശാഖയാണ് നമ്മൾ ആസ്ട്രോണമി അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം എന്ന് പറയുക. ഈ ഇത് പഠിക്കുന്ന ശാസ്ത്രജ്ഞരെ ഇതിൽ പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞരെ പറയുന്ന പേരാണ് ആസ്ട്രോണറ്റ്സ് അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രജ്ഞർ എന്ന്. ആസ്ട്രോണറ്റ്സ്. ഓക്കെ. Okay, children, all of you take page number 179. 179. Okay. Formation of seasons. Do you see this heading? Formation of seasons. Okay, all of you look at the paragraph. As the earth rotates about its axis, it also moves around the sun in a fixed orbit. This movement of the earth is called revolution. The earth takes 365.5 days to complete one revolution around the sun. Seasons are caused due to the revolution of the earth. Next, the moon. You must have seen the moon shining brightly in the night sky. It is round in shape. The moon rotates around the earth on its own axis. The moon does not have light of its own. It shines because of the light of the sun. Phases of the moon. The moon seems to change its shape every night. The different shapes of the moon are called phases of the moon. The moon appears to have different shapes because we see only the lit part of the moon. The other part remains dark. As the moon revolves, more and more portions of the moon gets light from the sun and it's lit. When we see only a part of the lighted phases, it is called crescent moon. Within a week, we see half of the moon. After a few days, we see more than half of the moon. Take next page. These phases of the moon is called gibbous moon. The next phases is called the full moon. It shapes phase when we see the whole of the light phases and the moon appears completely round. After the full moon, the size of moon keeps decreasing and we do not see the moon at all. These phases is called new moon. Then stars. Stars are huge heavenly bodies that give heat and light of their own. The sun is a star. It is the closest star to the earth. Sometimes group of stars form patterns in the sky. Such patterns are called constellations that we can see from the earth. These patterns look like animals or human beings. There are about 88 different constellations. Some of the major constellations are Ursa Major, the Great Bear, Ursa Minor, the Little Bear, Leo, Lion, Scorpio, Scorpion, and Orion, Honda. If you look in the northern direction, you will see the brightest star
It is called the pole star. The pole star is the northern tip of the constellation Ursa Minor. Take page number 181. Then exercise. Do you see exercise? Exercise A, answer in a word. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ കേട്ടോ. ആൻസർ ഇൻ എ വേർഡ്. Then first question. The layer of air surrounding the earth. The layer of air surrounding the earth. Tell me the answer. Yes, atmosphere. Okay. The layer of air surrounding the earth. എർത്തിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന എയറിൻ്റെ ലെയറാണ് അറ്റ്മോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. Then answer atmosphere. Okay. Don't make spelling mistake. Atmosphere. Then next one. The fixed path on which a planet move around the sun. സണ്ണിന് ചുറ്റും ഓരോ പ്ലാനറ്റിനും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഫിക്സഡ് പാത്ത് ഉണ്ട്. അതിന് പറയുന്ന പേര് ഓർബിറ്റ്. ഓർബിറ്റ്. ഓക്കെ. The fixed path on which a planet moves around the sun orbit. Okay. Then third one, the movements of the earth that causes day and night. Day and night ഉണ്ടാകുന്നത് എർത്തിൻ്റെ ഏത് മൂവ്മെൻ്റ് ആണ്? Yes, rotation. Answer rotation. Okay. Then fourth one, the phases when no moon is seen. Okay, മൂണിനെ നമ്മൾ ഒട്ടും കാണാത്ത ആ ഫേസസ്, അപ്പോഴെന്ത് മൂണായിരിക്കും ഉണ്ടായിരിക്കുക? യെസ്, ന്യൂ മൂൺ. ന്യൂ മൂൺ. ഓക്കെ. ദ ഫേസസ് വെൻ no moon is seen, new moon. Okay. Then next one, the brightest star seen in the northern direction. Northern directionൽ നമ്മൾ കാണുന്ന ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറിൻ്റെ പേരെന്താ? പോൾ സ്റ്റാർ. ഓക്കെ, പോൾ സ്റ്റാർ. Once again, all of you look at the board. The layer of air surrounding the earth, atmosphere. The fixed path on which a planet moves around the sun, orbit. The movement of the earth that causes day and night, rotation. The phases when no moon is seen, new moon. The brightest star seen in the northern direction, pole star. Okay. Take page number 182. Exercise B, fill in the blanks. Take your pencil also. Okay. Okay, all of you follow me. First question, the earth takes dash hours to rotate once about its axis. എർത്തിന് അതിൻ്റെ ആക്സിസിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതിന് എത്ര ഹവേഴ്സ് വേണമെന്ന ചോദ്യം. How many hours? Yes, 24. Okay, then you write here 24. Okay, the next one. It is dash moon when we do not see it. It is dash moon when we do not see it. നമ്മൾ മൂണിനെ കാണാത്ത സമയത്ത്
നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ മൂണിനെ കാണുന്നില്ല. അപ്പോൾ ഏത് മൂണായിരിക്കും ഉണ്ടാവുന്നത്? യെസ്, ന്യൂ മൂൺ. ന്യൂ മൂൺ. ദെൻ യു റൈറ്റ് ഹിയർ ന്യൂ. ഓക്കെ. Then third one, it is dash moon when we see only a part of the moon. നമ്മൾ മൂണിൻ്റെ ഒരു പാർട്ട് മാത്രം കാണുന്നു. അപ്പോൾ ആ മൂണിനെ എന്ത് പറയുന്നു? ഗിബസ് മൂൺ. ഓക്കെ. Then last one, the sun is a dash. Sun is a star. Okay. Once again, the earth takes 24 hours to rotate once about its axis. Then it is new moon when we do not see it. Then it is gibbous moon when we see only a part of the moon. Then last one, the sun is a star. Okay. Then your textbook page number 183. 183 ഒരു ആക്ടിവിറ്റി ഉണ്ട് അല്ലേ? അത് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഹോംവർക്കാണ്. അൺജംബിൾ ദ ഫോളോയിങ് വേർഡ്സ്. കണ്ടോ? ഓർഡർ തെറ്റിച്ച് സ്പെല്ലിങ് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ഓർഡറിൽ എഴുതണം. ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ. ഫസ്റ്റ് വേർഡ് ഏതായിരിക്കും? ആക്സിസ്. ഓക്കെ. സെക്കൻഡ് വേർഡ് റൊട്ടേഷൻ. നെക്സ്റ്റ് വേർഡ് ഓർബിറ്റ്. ദ നെക്സ്റ്റ് വേർഡ് ഗിബസ് മൂൺ. നെക്സ്റ്റ് വേർഡ് മൂൺ. ദ നെക്സ്റ്റ് വേർഡ് സാറ്റേൺ. നെക്സ്റ്റ് വേർഡ് Venus. Next word Mercury. The next word Neptune. And the last word planet. Okay. Okay children, today's class is over. This chapter is also over. In this chapter's question and answers will send it to your WhatsApp groups. Okay children, we will meet our next class.